നമസ്കാരം, മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി മോഹവുമായി 3 നേതാക്കൾ. ചെന്നിത്തലയുടെ തലകൊയ്യാൻ സതീശന്റെ രഹസ്യ നീക്കം. രണ്ടുപേരെയും വെട്ടിനിരത്താൻ കെ സുധാകരൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത വിജയം സ്വന്തമാക്കിയ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ മുതിർന്ന നേതാക്കൾ ഭാവി രാഷ്ട്രീയം കണ്ട് വല്ലാതെ കളി തുടങ്ങിയിരിക്കുകയാണ്. 2 കൊല്ലത്തിന് ശേഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയും UDF-ഉം ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരുമെന്നും ആ സമയത്ത് മുഖ്യമന്ത്രിയാകാൻ കഴിയണമെങ്കിൽ ഇപ്പോൾ മുതൽ അതിനുള്ള ചരടുവലികൾ നടത്തണമെന്നും മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് KPCC പ്രസിഡന്റ് കെ സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്നിവർ അണിയറയിൽ കളികൾ തുടങ്ങിയിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയവും സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ച വൻ ഭൂരിപക്ഷവും ഒപ്പം ഇടതുമുന്നണിക്കുണ്ടായ കനത്ത തിരിച്ചടിയും കേരളത്തിലെ തളർന്നു കിടന്ന കോൺഗ്രസ് പ്രവർത്തകരിൽ വലിയ ഊർജവും ആവേശവും ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ പ്രവർത്തകർ കാണിക്കുന്ന ഈ താല്പര്യങ്ങളും പാർട്ടി കൂറും നേതാക്കന്മാർക്കിടയിൽ ഉണ്ടാവുന്നില്ല എന്ന് കരുതാവുന്ന അനുഭവങ്ങളാണ് നേതാക്കൾക്കിടയിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 2 വർഷത്തിന് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും UDF-ഉം ഉറപ്പായും ഭൂരിപക്ഷം നേടും എന്ന വിശ്വാസത്തിലാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ. എന്നാൽ ഈ നേതാക്കൾ മറന്നുപോകുന്ന ഒരു വസ്തുതയുണ്ട്. 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഉണ്ടായതിനേക്കാൾ വലിയ ഭൂരിപക്ഷവും വിജയവുമാണ് UDF കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ നേടിയത്. ആ വമ്പിച്ച വിജയത്തിന് ശേഷം നടന്ന 2 തെരഞ്ഞെടുപ്പുകൾ കോൺഗ്രസിനും UDF-നും തിരിച്ചടി നൽകുന്നതായിരുന്നു. അന്നത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 65% സീറ്റുകളിൽ അധികവും ഘടകകക്ഷി മുന്നണിയാണ് നേടിയത്. അതിനുശേഷമാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ നയിച്ച ഇടതുപക്ഷ മുന്നണി കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം തിരുത്തിയെഴുതി തുടർ ഭരണം സ്വന്തമാക്കി. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ വലിയ ആവേശത്തിലും അത്യാഗ്രഹത്തിലും നിന്നിരുന്ന കോൺഗ്രസ് നേതാക്കൾ ഗ്രൂപ്പ് പോരുകളിലേക്ക് മാറുകയും പരസ്പരം ചെളിവാരി എറിയുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കേരളത്തിൽ ജനകീയ അടിത്തറയുള്ള 2 പ്രധാന പാർട്ടികളാണ് കോൺഗ്രസ് പാർട്ടിയും CPM-ഉം. ഇതിൽ കോൺഗ്രസ് പാർട്ടിയിൽ പട്ടാളച്ചിട്ട ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ പ്രവർത്തകർ കേഡർ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്നുമില്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം അതല്ല സ്ഥിതി. പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റി മുതൽ സംസ്ഥാന കമ്മിറ്റിയിൽ വരെ ഏത് കാലത്തും അടുക്കും ചിട്ടയുമുള്ള പ്രവർത്തനം ആ പാർട്ടി നിലനിർത്തി പോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ കനത്ത പരാജയം ഉണ്ടായി കഴിയുമ്പോൾ ഉറക്കമുണർന്ന് കാര്യക്ഷമമായി പ്രവർത്തിച്ച് വിജയം വീണ്ടെടുക്കാൻ ആ പാർട്ടിക്ക് കഴിയാറുമുണ്ട്. ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് പുത്തൻ ഉണർവ് നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. ഉത്തരേന്ത്യയിലടക്കം കോൺഗ്രസിന്റെ പ്രവർത്തകർ മടിയും മരവിപ്പും അവസാനിപ്പിച്ച ആവേശത്തോടെ പാർട്ടിയുടെ ശക്തിപ്പെടുത്തലിന് രംഗത്തിറങ്ങുന്ന കാഴ്ചകൾ കാണുന്നുണ്ട്. ഉത്തരേന്ത്യയിൽ വരെ ഈ മാറ്റം പ്രത്യക്ഷപ്പെടുമ്പോഴും കേരളത്തിൽ പാർട്ടിയുടെ അടിത്തറ ശക്തിപ്പെടുത്തുവാൻ ഒരു നീക്കം നടത്താനും പാർട്ടി നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. പാർട്ടിയുടെ ബൂത്ത് കമ്മിറ്റികളും വാർഡ് കമ്മിറ്റികളും മണ്ഡലം കമ്മിറ്റികളും ഇപ്പോഴും വെറും പേരിന് മാത്രമായി നിലനിൽക്കുന്ന സ്ഥിതിയാണുള്ളത്. നേതാവല്ല പാർട്ടിയാണ് വലുത് എന്ന് ചിന്തിക്കാൻ ഒരു നേതാവും തയ്യാറാകുന്നില്ല. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളും അതിലെ ഭാവനയിൽ കാണുന്ന വിജയവും ഉന്നം വെച്ചുകൊണ്ട് വലിയ പദവികൾ എങ്ങനെ സ്വന്തമാക്കാം എന്നതിനുള്ള കരുക്കൾ നീക്കലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയെ രാഷ്ട്രീയത്തിൽ മൂലയിൽ ഒതുക്കാൻ എല്ലാ കളികളും പ്രതിപക്ഷ നേതാവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ചേർന്ന UDF നേതൃയോഗത്തിൽ ചെന്നിത്തലയ്ക്ക് പ്രസംഗിക്കാൻ പോലും അവസരം നൽകാതെ വന്നതിന്റെ പേരിൽ അദ്ദേഹം പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോകുന്ന സ്ഥിതിയുണ്ടായി. കേന്ദ്രത്തിൽ ഇപ്പോൾ ശക്തനായി നിൽക്കുന്ന KC വേണുഗോപാൽ വരെ കേരളത്തിലെ ഭാവിയിൽ ഉണ്ടാകുന്ന മുഖ്യമന്ത്രി കസേരയിൽ മോഹം വെച്ചുകൊണ്ട് നടക്കുകയാണ്. KPCC പ്രസിഡന്റ് കെ സുധാകരനും മുഖ്യമന്ത്രി മോഹം ഇല്ലാതില്ല. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസരത്തിൽ AICC നിയോഗിച്ച പ്രകാരം മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ചുമതലക്കാരൻ ആയിരുന്നു. വളരെ വിദഗ്ധമായ കരുനീക്കങ്ങളിലൂടെയും പുതിയ രാഷ്ട്രീയ സഖ്യങ്ങളിലൂടെയും മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന്റെ തിരിച്ചുവരവിന് വഴിയൊരുക്കിയ ചെന്നിത്തലയ്ക്ക് സോണിയാഗാന്ധി അടക്കം വലിയ അഭിനന്ദനമാണ് നൽകിയത്. ഇതിൽ കേരള നേതാക്കൾ അത്ര രസിച്ച മട്ടിലല്ല. അതുകൊണ്ട് തന്നെ മുന്നോട്ട് കയറി വരുന്ന ചെന്നിത്തലയെ ഒതുക്കിയില്ലെങ്കിൽ ഭാവിയിൽ മുഖ്യമന്ത്രി കസേര നഷ്ടപ്പെടും എന്ന ആശങ്ക ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് സതീശനുണ്ട്. ഇതിനിടയിൽ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിനില്ലെന്ന ആദർശം പറഞ്ഞുകൊണ്ട് മുഴുവൻ ആളുകളുടെയും ശ്രദ്ധ നേടിയെടുക്കാനുള്ള കളികൾ കെ മുരളീധരൻ നടത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. മുതിർന്ന മറ്റ് കോൺഗ്രസ് നേതാക്കളുടെ നീക്കങ്ങളെയും നിലപാടുകളെയും നോക്കിക്കൊണ്ട്
വലിയ വിമർശനത്തിന് മുരളീധരൻ തയ്യാറാകുന്നതും തൃശൂരിലെ വൻ തോൽവിയുടെ പേരിൽ ഇനി തെരഞ്ഞെടുപ്പ് മത്സരത്തിന് ഉടനില്ല എന്നും രാഷ്ട്രീയ പ്രവർത്തനത്തിലും സജീവമാകില്ല എന്നുമൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അണികളിൽ ആവേശം ഉണ്ടാക്കുവാനും അവരുടെ പിന്തുണ നേടിയെടുക്കാനുമുള്ള വെറും തന്ത്രങ്ങൾ മാത്രമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ വിജയം നേടിയതിന്റെ പേരിൽ കേരളത്തിൽ ഇനി നടക്കാനിരിക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഈ വിജയം ആവർത്തിക്കും എന്നുള്ള അമിത വിശ്വാസത്തിലാണ് ഇവിടുത്തെ മുഴുവൻ കോൺഗ്രസ് നേതാക്കളും. രാഷ്ട്രീയവും തെരഞ്ഞെടുപ്പ് ഫലങ്ങളും ആരും മുൻകൂട്ടി നിശ്ചയിക്കുന്ന രീതിയിലല്ല സംഭവിക്കുക എന്നതും മുൻകാല ചരിത്രങ്ങൾ അതിന് തെളിവായുണ്ട് എന്നതും ഈ കോൺഗ്രസ് നേതാക്കൾ മനഃപൂർവ്വം മറക്കുകയാണ്. അടുത്ത കേരള ഭരണത്തിന്റെ സ്വപ്നത്തിൽ മയങ്ങിക്കഴിയുന്ന നേതാക്കളാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലുള്ളത് എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. നന്ദി, നമസ്കാരം.